വിശദമായ വാർത്തയിലേക്ക്. സർക്കാർ ആശുപത്രികൾക്ക് മുന്നറിയിപ്പുമായി ഉപകരണ വിതരണക്കാർ. കുടിശ്ശിക തുക പൂർണ്ണമായി നൽകാതെ ഉപകരണങ്ങൾ ആശുപത്രികളിൽ എത്തിക്കില്ല. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണമടക്കം തിരിച്ചെടുക്കുമെന്നും മുന്നറിയിപ്പ്. 158 കോടി രൂപയാണ് വിതരണക്കാർക്കുള്ള കുടിശ്ശിക. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും സർക്കാർ ആശുപത്രികൾ പോകുന്നു. ധനിയ, സർക്കാർ ആശുപത്രികൾ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കടക്കം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ വിതരണക്കാർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തുകയും കുടിശ്ശികയുള്ള മുഴുവൻ തുകയും നൽകാതെ ആശുപത്രികളിലേക്ക് നിലവിൽ ഉപകരണം എത്തിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് വിതരണക്കാർ കൊടുത്തിട്ടുണ്ട്. 18 മാസം മുതൽ 21 മാസം വരെയുള്ള തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. അങ്ങനെ ഏതാണ്ട് ഏകദേശം 158 കോടിയോളം രൂപ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കാനുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇടയിൽ തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു 100 കോടി രൂപ അനുവദിക്കുന്നു. അതുപോലെ തന്നെ KMSCL ധനവകുപ്പ് 50 കോടി അനുവദിക്കുന്നു. അങ്ങനെ പണമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ 2000 കോടിയോളം രൂപയാണ് നിലവിൽ ആരോഗ്യവകുപ്പിന് വിവിധ ഇടങ്ങളിലായിട്ട് ബാധ്യതയുള്ളത്. കാരണം മരുന്ന് വാങ്ങിയതിനകത്ത് അടക്കവും കുടിശ്ശികയുണ്ട്, ഉപകരണങ്ങൾ വാങ്ങിയതിനകത്ത് കുടിശ്ശികയുണ്ട്. അങ്ങനെ ഏകദേശം 2000 കോടിയോളം രൂപയുടെ കുടിശ്ശിക ആരോഗ്യവകുപ്പിന് മൊത്തത്തിൽ വിവിധ ഇടങ്ങളിലായിട്ടുണ്ട്. അതിനിടയിലാണ് മെഡിക്കൽ കോളേജുകളിലേക്കടക്കം ശസ്ത്രക്രിയ, ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർ ഉപകരണങ്ങൾ ഇനി എത്തിക്കില്ല എന്നും നിലവിൽ നൽകിയിട്ടുള്ള ഉപകരണം തിരികെ എടുത്തുകൊണ്ട് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഉപകരണ വിതരണക്കാർ നൽകിയിട്ടുള്ളത്. പൈസ പൂർണ്ണമായിട്ട് നൽകാതെ ഇനിയിപ്പോൾ ഉപകരണങ്ങൾ എത്തിക്കില്ല എന്നും നിലവിൽ കൊടുത്തിരിക്കുന്നത് തിരികെ എടുക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലടക്കം നടക്കാനിരിക്കുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകളും അതിനെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെയും തുടർ ചികിത്സയടക്കം ഒരു പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് പണം അനുവദിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തേക്കാൾ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സംജാതമായിട്ടുള്ളത്. തന്നെയാണ് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കൂടിയാണ്. കാരണം നേരത്തെ നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് പോലും പറ്റാതെ ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു, എത്രത്തോളം പൈസ ചെലവിടേണ്ടി വന്നു, പുറത്തുനിന്ന് എത്രത്തോളം സഹായം എടുക്കേണ്ടി വന്നു, ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. അന്നും കുടിശ്ശിക വരുത്തിയിരുന്നു. എത്രയോ ചെറിയ തുക എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിതരണക്കാരുമായി സംസാരിച്ചൊക്കെ അത് ഡീൽ ചെയ്തിരുന്നു. പക്ഷേ ആ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പൂർണ്ണമായി ഇത് വിതരണം ചെയ്തില്ലെങ്കിൽ എത്രത്തോളം, അതായത് പ്രധാനപ്പെട്ട പല സർജറികളും നടക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജുകളാണ്. അവിടെ സംബന്ധിച്ച് ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ പ്രതിഷേധങ്ങളും നിരവധി തവണ ഉയർന്നിട്ടുണ്ട്. വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത കൂടിയല്ലേ കാണുന്നത്? തന്നെ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അത് കാരണം നേരത്തെ തന്നെ പലയിടങ്ങളിലായിട്ട് ഇപ്പൊ തന്നെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഈ പറയുന്നത് പോലെ മരുന്ന് വിതരണക്കാരും മറ്റ് ശസ്ത്രക്രിയ വിതരണക്കാരും ഒക്കെ ശസ്ത്രക്രിയക്ക് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് പോയ സാഹചര്യം നമുക്ക് ഇതിനു പലയിടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവർ ഈ പറയുന്നത് പോലെ ഉപകരണങ്ങൾ ഞങ്ങൾ തിരികെ എടുക്കുമെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് സർക്കാരിന് കൊടുക്കുമ്പോഴും അവരങ്ങനെ ചെയ്യാറില്ല. കാരണം ഇതിനകത്തൊക്കെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപന ഉടമകൾക്ക് കൃത്യമായിട്ട് പണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് 1-2 മാസത്തെയല്ല, ഏതാണ്ട് 18 മാസം മുതൽ 21 വരെയുള്ള മാസങ്ങൾ, അതായത് ഇത്രയും 2 വർഷത്തിലേറെ ഒരു ഉപകരണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന്റെ പണത്തിന് വേണ്ടി ഈ വിതരണക്കാർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അവരുടെയും കൂടി ജീവിതത്തിന്, ദൈനംദിന ജീവിതത്തിന് അവരെ കൂടി ബാധിക്കും, അവരുടെ ഒരു ബിസിനസിനെ കൂടി ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സർക്കാരിന് ഇത്രയും നാൾ കൊടുത്തതുപോലെ ഇനി അങ്ങോട്ട് ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കൂടി ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വിതരണക്കാർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവരപ്പോഴും പറയുന്നത് 2000 കോടിയോളം രൂപയുടെ ബാധ്യത ആരോഗ്യവകുപ്പിന് ഉള്ളപ്പോഴും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും ധനവകുപ്പും ഒക്കെ നൽകുന്ന തുക, അതിൽ നിന്ന് എന്തുകൊണ്ടൊരു തുക ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. 158 കോടി രൂപ ഉണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ പകുതിയെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ നിലയിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യാം എന്നുള്ള. എത്ര മാസത്തെ കുടിശ്ശികയാണ്? അതിപ്പോ ഓഗസ്റ്റോടെ കൊടുത്തു തീർക്കുമെന്നൊക്കെ നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ. എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിലവിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ആരോഗ്യവകുപ്പ് നിലവിൽ 18 മാസം മുതൽ 21 വരെയുള്ള മാസങ്ങൾ, അതായത് 21 മാസം വരെയുള്ള കണക്കാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പ്രകാരം 158 കോടി രൂപയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ 18 മാസം മുതൽ 21 വരെ മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷത്തെ കാലയളവാണ്. സാധാരണ നിലയിൽ ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് അടക്കം ഉപകരണങ്ങൾ എത്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഒരു വ്യവസ്ഥയിലാണ് ഈ ഉപകരണങ്ങൾ എത്തിക്കുക. ഉപകരണങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനകം പണം തന്നുകൊള്ളാം
എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലാണ് സാധാരണഗതിയിൽ വിതരണക്കാർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ആ ഒരു വർഷവും കഴിഞ്ഞ് സമയം അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പലപ്പോഴും മുന്നറിയിപ്പുകൾ കൊടുക്കാറുള്ളത്. ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഉപകരണങ്ങൾ ഞങ്ങൾ ഇനി എത്തിക്കില്ല, നിലവിൽ തന്നിട്ടുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകും, അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടുകയും കൊടുക്കാനുള്ള തുകയുടെ പകുതിയെങ്കിലും കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അതാണോ ഈ കാരുണ്യ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തത്? അതാണോ പിന്നെ ഈ അടുത്ത കാലത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ കാരുണ്യയിൽ ഒരു പേര് രജിസ്റ്റർ ആളുകൾക്ക് പോലും അവരുടെ ചികിത്സയ്ക്ക് പോലും പണം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം പറഞ്ഞതാണ്. അപ്പോൾ കാരുണ്യ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പോലും പണം കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന പണം വകമാറ്റി മറ്റു പല പദ്ധതികൾക്കും കൊടുത്തുകൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ പലതരത്തിൽ ഈ ഫണ്ട് വിനിയോഗം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എങ്ങും കൃത്യമായിട്ട് എത്തുന്നില്ല. അപ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നത് 2000 കോടിയോളം രൂപയുടെ കുടിശ്ശിക പലയിടങ്ങളിലായിട്ടുണ്ട്. നമുക്കറിയാം KMSSCL കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അതിന് കൊടുക്കാനുള്ള കുറച്ചെങ്കിലും തുക കൊടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ധനവകുപ്പ് 50 കോടി അനുവദിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു 100 കോടി അനുവദിച്ചപ്പോൾ അതിനകത്ത് 65 കോടി രൂപ സർക്കാർ സംവിധാനങ്ങൾക്ക്, 35 കോടി രൂപ ആരോഗ്യ മേഖലയിൽ, സ്വകാര്യ ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ പറയുന്ന കുടിശ്ശിക പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കാൻ കഴിയില്ല. എന്തായാലും ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് 158 കോടി കൊടുക്കാനുള്ളതിലൊന്നും അതിന്റെ പകുതിയെങ്കിലും, ഒരു 80 കോടിയോ 75 കോടിയോ എങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ നിലവിലത്തെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ അവർ ഇടപെടുകയുള്ളൂ, അങ്ങനെ ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിനകത്ത് ഇനി ആരോഗ്യം എങ്ങനെ ഇടപെടുമെന്നുള്ളതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടത് തന്നെയാണ്.